നമസ്കാരം. ചില വ്യക്തികളുടെ ജീവിതം വളരെ രഹസ്യങ്ങൾ നിറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ചില വ്യക്തികളെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാകാതിരുന്നു എന്ന് വരാം. അല്ലെങ്കിൽ ചില വ്യക്തികൾ അവരുടെ രഹസ്യങ്ങൾ പുറത്ത് പറയാത്തവരാകാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ നമ്പർ 4444 ആണ്. രണ്ടാമത്തെ നമ്പറായി വരുന്നത് 9999 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ അഥവാ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ച് 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നമ്പറായ 4444 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശക്തമായ മനസ്സുള്ളവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിസ്സംശയം പറയാം. പലപ്പോഴും ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ നിങ്ങളിലെ ഉള്ളിലെ ആ ശക്തി തിരിച്ചറിയുക. ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ച് മുന്നോട്ട് പോകുവാൻ, അതായത് ഏതൊരു കാര്യത്തിലും ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് വിജയങ്ങൾ നേടുവാനും ഏതൊരു പ്രശ്നത്തിലും ശരിയായ പോംവഴി കണ്ടെത്തുവാൻ സാധിക്കുന്നവരുമാണ് നിങ്ങൾ. അത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു എന്നത് വാസ്തവമാണ്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ക്രിയേറ്റീവായി ചിന്തിക്കുവാൻ സാധിക്കുന്നവരും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരുമാണ് നിങ്ങൾ. കൂടാതെ ഈ സമയം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് താങ്ങാനാവുന്നതിലും അപ്പുറം ദുഃഖങ്ങൾ കടന്നു വന്നു എന്ന് വരാം. അത് താൽക്കാലികം മാത്രമാകുന്നു. അതിനാൽ വന്നു ചേരുന്ന ഇത്തരം ദുഃഖങ്ങളെ ശരിയായ രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഒരിക്കലും വീണു പോകരുത്. ചങ്കൂറ്റത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും ഇത്തരത്തിൽ മറ്റുള്ളവരോട് പരാമർശിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. അതേക്കുറിച്ച് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ചില വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ അറിവില്ല എന്നതാണ് വാസ്തവം. അതേക്കുറിച്ച് നിങ്ങൾ പരാമർശിച്ചിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാഹസികതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വാധീനമുള്ളവർ തന്നെയാണ് നിങ്ങൾ. അതായത് ഏതൊരു വ്യക്തിയിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതവരുടെ തീരുമാനങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അനുകൂലമാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വാധീനിക്കുവാൻ സാധിക്കും. പല വ്യക്തികളെയും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്, അഥവാ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അഭിപ്രായങ്ങൾ പലപ്പോഴും മനസ്സിൽ വയ്ക്കണം എന്നില്ല. പല അഭിപ്രായങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, ചില ഉരസലുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പൊതുവെ റിസ്ക് എടുക്കുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിലും അത്തരത്തിൽ പല റിസ്കുകളും നിങ്ങൾ എടുത്തിട്ടുള്ളവരാകുന്നു. ചിലരുമായി അഭിപ്രായ ഭിന്നതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. കൂടാതെ സ്വന്തം കാര്യങ്ങൾ കൃത്യമായി തന്നെ നടത്തിയെടുക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങളിലുണ്ട്. എളുപ്പത്തിൽ മറ്റുള്ളവരെക്കാൾ മുൻപിൽ എത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടി പലപ്പോഴും പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ചിലതിൽ വിജയങ്ങൾ നേടിയിട്ടുണ്ട് എങ്കിലും ചിലതിൽ നിങ്ങൾക്ക് വേണ്ടത്ര വിജയിക്കുവാനോ
അല്ലെങ്കിൽ വേണ്ടത്ര മുന്നോട്ട് പോകുവാനോ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശംസ പല കാര്യങ്ങളിലും ഏറ്റുവാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. ഭാവിയിലും അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും അത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പല ബന്ധങ്ങളിലും വിള്ളൽ വീഴുകയോ അത്തരത്തിൽ ചില വിഷമങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളവരാകുന്നു. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സ്വതന്ത്ര ചിന്താഗതിയുള്ളവരാണ് എന്നതും നിങ്ങളുടെ മേന്മയായി തന്നെ പറയാം. സ്വതന്ത്രമായി ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പല അവസരങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവുകൾ, ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുക. 9999 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നവരാണ് നിങ്ങൾ. പുതിയ ആശയങ്ങൾ മനസ്സിൽ എപ്പോഴും ഉടലെടുക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കണം എന്നില്ല. ചില അവസരങ്ങളിൽ എന്നാണ് പറയുന്നത്. എന്നാൽ പല അവസരങ്ങളിലും സഹായകരമായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ പലപ്പോഴും മറ്റുള്ളവർ തിരിച്ചറിയാത്തത് നിങ്ങളിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും വാസ്തവമാണ്. ദൃഢനിശ്ചയം ഉള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും അത്തരത്തിൽ സമീപനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ചകൾ നേടിയെടുക്കുവാൻ കഴിവുണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിചാരിച്ചതായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കാത്ത വിഷമവുമുണ്ട്. പല കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ കൃത്യതയോടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ. അതിനാൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബഹുമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് നേതൃപാടവമുണ്ട്. നേതൃപാടവത്തോടെ മുന്നിൽ നിന്നും നയിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല ആവർത്തി നിങ്ങളത് തെളിയിച്ചിട്ടുള്ളവരാണ് എന്നതും വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ കഴിവുകൾ അത് മറ്റുള്ളവർ വൈകിയാണ് എങ്കിലും തിരിച്ചറിയും എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടപ്പെട്ട ആശയങ്ങൾ അത് മറ്റുള്ളവർ സ്വീകരിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഭാവിയിൽ നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ വില നൽകും എന്ന കാര്യവും ഓർക്കുക. ധീരതയുള്ളവരാണ് നിങ്ങൾ. ധീരതയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ് നിങ്ങൾ. അത് പല ആവർത്തി നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും. നിശ്ചയദാർഢ്യമുള്ളവരാണ് നിങ്ങൾ. അത്തരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിജയം നൽകും. കാരണം അത് നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളാകാം. ചിന്തിച്ചെടുക്കുന്ന അത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി ഭവിക്കും. എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും സാഹസികമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടപ്പെട്ടവർ അറിയണം എന്നില്ല. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. സാഹസികമായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും പല വെല്ലുവിളികളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതായ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നിയന്ത്രണം അനിവാര്യം തന്നെയാകുന്നു. അതൊരിക്കലും നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. അത് മറന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. അതിയായ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം എപ്പോഴും ആപത്താണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ രണ്ടാമതൊന്ന് ചിന്തിക്കാത്തവരാണ് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതായ ഒരു കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു.
അല്ലാതെ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുന്നതിനും കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്പമൊന്ന് ചിന്തിച്ചതിന് ശേഷമാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏത് കാര്യമാണ് എങ്കിലും ആ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾ ശുഭപ്രതീക്ഷ വച്ച് പുലർത്തുന്നവരാകുന്നു. വളരെയധികം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരോ ആണ് നിങ്ങൾ. തീർച്ചയായും ഈശ്വരാധീനം നിങ്ങളിലൂടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും.